കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലികളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കെ.വി. തോമസ് രംഗത്തെത്തിയിരിക്കുന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹം പ്രതിപക്ഷ നിരയിലെ ആഭ്യന്തര കലഹങ്ങളെ പരിഹാസ രൂപേണയാണ് നോക്കിക്കാണുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന മത്സരങ്ങൾ ശുഭകരമല്ലെന്നും ഇത് പാർട്ടിയിൽ വലിയൊരു പൊട്ടിത്തെറിക്കുള്ള കോപ്പുകൂട്ടലാണെന്നുമാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഉറപ്പില്ലാത്ത ഒരു ഭാഗ്യത്തിനു വേണ്ടി നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ അത് കേവലം ഒരു തർക്കം എന്നതിലുപരി പരാജയ ഭീതിയിൽ നിന്നുള്ള ആത്മസംഘർഷമായാണ് കെ.വി. തോമസ് വിലയിരുത്തുന്നത്. മെയ് 4 ഫലം വരുമ്പോൾ ഈ തർക്കങ്ങൾ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പരസ്പരം കെട്ടിവെക്കാനുള്ള ആയുധങ്ങളായി മാറുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പുതിയ വേർഷനുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ തോമസിന്റെ കുറിപ്പിൽ കാണാം. നിലവിൽ 3 പ്രബല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നേതാക്കൾ അധികാരത്തിനായി കരുനീക്കങ്ങൾ നടത്തുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസ്യത കുറയ്ക്കാനേ സഹായിക്കുകയുള്ളൂ. പഴയ ഈസോപ്പ് കഥയിലെ മുന്തിരിക്കുല കിട്ടാതെ മടങ്ങിയ കുറുക്കന്മാരുടെ അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം ചെന്നെത്തുന്നത് എന്ന അദ്ദേഹത്തിന്റെ ഉപമ രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നിലേക്ക് ആർത്തിയോടെ നോക്കുന്ന നേതാക്കൾക്ക് ജനഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള അകത്തള പോരാട്ടങ്ങൾ പുറത്തു വരുന്നത് വഴി കോൺഗ്രസ് സ്വന്തം അടിത്തറ തന്നെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ അധികാരമോഹം ജനവിധിയിൽ പ്രതിഫലിക്കുമെന്നും ജനങ്ങൾ ഇത്തരം രാഷ്ട്രീയ കളികളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുമെന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. കേരളത്തിന്റെ വികസന തുടർച്ചയെക്കുറിച്ചും ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണപക്ഷ നേട്ടങ്ങളെക്കുറിച്ചുമുള്ള ശുഭപ്രതീക്ഷയാണ് തോമസിന്റെ വാക്കുകളിൽ അങ്ങനെ നിഴലിച്ച് കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന ജനക്ഷേമ പദ്ധതികളും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വികസനം മുരടിക്കരുത് എന്ന ആഗ്രഹത്തോടെ ജനാധിപത്യപരമായിട്ടുള്ള ബോധ്യത്തോടെയാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച എന്നത് കേവലം ഒരു രാഷ്ട്രീയ പ്രവചനമല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിണറായി സർക്കാർ കേരള വികസനത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് അഭിമാനപൂർവ്വം കടക്കുമെന്നും കേരളം മാതൃകാപരമായിട്ടുള്ള ഒരു വികസന പാതയിലൂടെ മുന്നേറുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടികൾക്കിടയിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ വിസ്മരിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷം വലിയ വില നൽകേണ്ടി വരുമെന്ന് ചരിത്രപരമായിട്ടുള്ള ഒരു സത്യമാണ്. കോൺഗ്രസിനുള്ളിലെ ഈ ആഭ്യന്തര കലഹം ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ്. മെയ് 4 പുറത്തു വരാനിരിക്കുന്ന ജനവിധി കേവലം ഒരു രാഷ്ട്രീയ ജയപരാജയങ്ങളുടെ കണക്കെടുപ്പല്ല, മറിച്ച് കേരളത്തിന്റെ വികസന രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരമായിരിക്കും. രാഷ്ട്രീയത്തിലെ ദീർഘകാല അനുഭവ പരിചയമുള്ള കെ.വി. തോമസിനെ പോലുള്ള ഒരു നേതാവ് ഇത്തരത്തിലുള്ള തുറന്ന പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ അസ്വസ്ഥതകളാണ് സൃഷ്ടിക്കുന്നത്. ജനവിശ്വാസം ആർജിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഒരു നേതൃത്വത്തിന് അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് ഈ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒരു വശത്ത് കലഹിക്കുന്ന പ്രതിപക്ഷവും മറുവശത്ത് വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണപക്ഷവും നിൽക്കുമ്പോൾ കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ടാണെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.